നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന ഈജിപ്തിനെ പരാജയപ്പെടുത്തിയ മത്സരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഈജിപ്ഷ്യൻ ഡെലിഗേഷൻ്റെ ഭാഗത്തു നിന്നാണ് വിവാദങ്ങൾ വരുന്നത്. കളി കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ കോച്ചും അതുപോലെ തന്നെ താരം സീക്കോയും ഒക്കെ മാധ്യമങ്ങളോട് ഇത് റിഗ്ഡ് വേൾഡ് കപ്പാണ്, മെസ്സിക്കും പണത്തിനും വേണ്ടി നടത്തുന്നതാണ്, റഫറി അവരുടെ ഭാഗത്ത് നിന്നു, ഇത് അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈജിപ്ത് FA ഒഫീഷ്യലി ഫിഫക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഈ റഫറിയെ ഇനി വേൾഡ് കപ്പിലെ മറ്റു മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ കളിയിൽ അയാളെടുത്ത തീരുമാനങ്ങളെയും മറ്റുമൊക്കെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അന്വേഷണം നടത്തണം, അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ അവർ പരാതിയിൽ ഉന്നയിക്കുന്നു. ഫിഫക്ക് ഒഫീഷ്യലി പരാതി കൊടുത്തിരിക്കുന്നു. ഈ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് നേരത്തെ കളി കഴിഞ്ഞതിന് ശേഷമുള്ള കോച്ചിൻ്റെയും അതുപോലെ താരങ്ങളുടെയും ഒക്കെ പ്രസ്താവനയ്ക്ക് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈജിപ്ത് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ഈ ഒരു പരാതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഹാനി അബോ റീദ ഇപ്പം ഒഫീഷ്യലി റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫിഫയോട്. അതായത് റഫറി ഫ്രാങ്കോയിസ് ലെറ്റക്സീറും അദ്ദേഹത്തിൻ്റെ ടീമും അദ്ദേഹത്തോട് അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വാറിലടക്കമുള്ള ടീമിനെ ഈ വേൾഡ് കപ്പിൽ ബാക്കിയുള്ള റഫറിങ്ങിൽ നിന്ന് മാറ്റി നിർത്തണം. അവർ റിഗ്ഡ് ആണ്, ഫിക്സ്ഡ് ആണ്. അപ്പോൾ അവരുടെ മിസ്റ്റേക്കുകൾ ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെ വലിയ രൂപത്തിൽ ബാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം ഈജിപ്തുകാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് അവരുടെ ഗോൾ ഡിസലവ് ചെയ്തതിനെ കുറിച്ചാണ്. മറ്റൊന്ന് അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റി കിട്ടിയില്ല എന്നവർക്ക് വാദമുണ്ട്. അങ്ങനെ അർജന്റീൻ താരങ്ങൾക്ക് യെല്ലോ കാർഡ് കൊടുക്കേണ്ട ചില സിറ്റുവേഷനുകൾ ഉണ്ടായിട്ടും അത് കൊടുക്കാതെ പോയി എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈജിപ്തുകാർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും അവർ ഒഫീഷ്യലി തന്നെ ഫിഫക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫിഫ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും വേൾഡ് കപ്പിൽ അർജന്റീന അടുത്ത മത്സരം സ്വിറ്റ്സർലൻഡിനെതിരെയാണ്. നിലവിൽ അർജന്റീന ഇത്തരം വിവാദങ്ങളൊന്നും തലയിടാതെ അടുത്ത മത്സരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഫിഫക്ക് പരാതി എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.